ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചിയുടെ വീട്, അതായത് ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അട്ടപ്പാടിയാണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഞാനവിടെ പോയിട്ട് കുറേ ആയി. ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി തിന്നണമെന്ന് പറഞ്ഞിട്ട് അമ്മ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുള്ള അരിയൊക്കെ കഴുകുകയാണ് വൃത്തിയായിട്ട്. അപ്പോൾ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കണത്. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇഞ്ചി ചതച്ചതും മുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പെരുംജീരകം കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇടുകയാണ്. പിന്നെ തക്കാളി ഉള്ളി ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്, പൊടിയൊക്കെ ഇട്ടിട്ട്. ബിരിയാണി മസാലയും ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് അതിലേക്ക് ഇട്ടത്. എന്നിട്ട് ചിക്കനും ഇട്ട് മിക്സ് ചെയ്ത് നേരത്തെ കഴുകി അരിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടു. എന്നിട്ട് അരിയുടെ വേവ് അനുസരിച്ചിട്ട് വിസിലടുപ്പിക്കുക. അപ്പോൾ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പക്കത്തൂടെ കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചുരത്തുകൂടെയാണ് പോണത്, അട്ടപ്പാടി ചുരത്തുകൂടെ. അപ്പോൾ അമ്മയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അവിടെ എത്തിയിട്ട്. അവിടെ നിറയെ പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ? ഇത് കണ്ടാൽ നമ്മുടെ ജിപ്സം ഫ്ലവർ പോലെ ഇല്ലേ? വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ കാപ്പിക്കുരു ഒക്കെ ഉണ്ട്. കാപ്പിയില്ലേ, അതിൻ്റെ ചെടിയുണ്ട്, കാപ്പിച്ചെടി. അപ്പോൾ അതിൽ കാപ്പിക്കുരൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അതൊക്കെ പോയി നോക്കുകയാണ്. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് വല്യമ്മേനോട്. ഇത് എപ്പോഴാണ് പറിക്കുക, എപ്പോഴാണ് ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, സംശയങ്ങൾ. അതെടുത്ത് തിന്നുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇത് അരിനെല്ലിക്കയുടെ മരമുണ്ട്, അച്ചാറൊക്കെ ഇടാൻ പറ്റുന്ന. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്, അതൊക്കെ പറിക്കുകയാണ് അമ്മ. കുറച്ച് പിഞ്ചുണ്ട്, കുറച്ച് കൂടുതൽ കുറച്ചേ ഉള്ളൂ. അത് അവിടെയൊക്കെ ഉണ്ട് വേമ. അത് ആ കൊമ്പിൽ കണ്ടോ? കൊറേ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴയായപ്പോ കൊറേ. അപ്പൊ വല്യമ്മയുടെ മോള് അങ്ങനെ കാണിച്ചു കൊടുക്കാണ്. മേമി അതായി ഇതായി ഇവിടെയായി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അമ്പിളി ചേച്ചി അതൊന്ന് തിന്നൊക്കെ ചെയ്തിട്ട് പുളിയാന്ന് പറയാണ്. പിന്നെ അമ്പിളി ചേച്ചിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ അമ്മയ്ക്ക് സാരി എടുത്തു കൊടുത്തു. അതൊക്കെ കാണിച്ച് കൊടുക്കുകയാണ്. വല്യമ്മയ്ക്ക് എടുത്തു കൊടുത്ത സാരിയൊക്കെ കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി അതെന്താന്നൊക്കെ ചോദിക്കുകയാണ് ഞാനും, സംശയങ്ങൾ. പിന്നെ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ അതാ ആടിനെയും പശുവിനെയൊക്കെ തിരിച്ച് കെട്ടാൻ കൊണ്ടുപോവാണ് അവിടുത്തെ ഓരോ ആൾക്കാരൊക്കെ. പിന്നെ അവിടെ കോഴി ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കോഴീനെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടക്കാണ്. 2 കോഴിയുണ്ട് അവിടെ. ഇത് രണ്ടാന്ന് തോന്നുന്നു. പിന്നെ അവിടെ പശു ഉണ്ട്. ഇത് പശുവിന്റെ കുട്ടിയാണ്. അപ്പൊ ഞാന് അതിനെ പതിയെ ചെന്ന് തൊടണൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് പോന്നപ്പോൾ അമ്മ കുറേ സാധനങ്ങൾ ചാമ്പിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? മുട്ടയാണ്, നാടൻ മുട്ടയും പിന്നെ കുറച്ച് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. കണ്ണൻ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ വന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ പോവാണ്.